ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ 2 ദിവസമായി വീഡിയോ ആയിട്ട് വന്നിട്ട് നമുക്ക് ഓണത്തിൻ്റെ ഓണം ലുക്കൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. പക്ഷെ എനിക്കൊന്നിനും വോയിസ് ഓവർ കൊടുക്കാൻ വയ്യ. അതുകൊണ്ടാണ് കുറച്ച് ഉച്ചത്തിൽ സംസാരിച്ചാൽ തന്നെ എനിക്ക് സൗണ്ട് പോവും. അത് സംസാരിക്കരുത് എന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അപ്പോൾ എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന സമയത്താണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാറ്. പക്ഷേ ഇന്നലെ 2 ദിവസമായിട്ട് കുറച്ച് ഒച്ച കൂടുതലായിട്ട് സംസാരിക്കേണ്ട അവസരങ്ങളാണ്. കല്യാണത്തിൻ്റെ ഒരു തിരക്കൽ. പിന്നെ അതുപോലെ ഇന്നലെ കുറച്ച് കൂടുതൽ ഉച്ചത്തിൽ സംസാരിച്ച് ഉള്ള സൗണ്ടൊക്കെ കളഞ്ഞ് എനിക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ സൗണ്ടും പോവും, തൊണ്ടയിൽ സ്വെല്ലിങ്ങും വരും. അപ്പോൾ പിന്നെ ബ്രീത്തിങ്ങിനൊക്കെ പ്രശ്നമാവും. അപ്പോൾ ഇപ്പോൾ സൗണ്ടിൻ്റെ അവസ്ഥ ഇതാണ്. ഇന്ന് കുറച്ചും കൂടി ഒരു ഭേദമുണ്ട്. അപ്പോൾ നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ മേക്കിംഗ് സീൻസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ എൻ്റെ 2-3 വീഡിയോ മുന്നേ ഞാൻ ഓൾറെഡി ഒരു സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി സേവ് ദ ഡേറ്റ് അല്ലായിരുന്നു. കാരണം നമ്മൾ കല്യാണം റിസപ്ഷൻ മൊത്തമായിട്ട് ക്യാൻസൽ ചെയ്തത് ക്ഷണിച്ചവരൊക്കെ അറിയിക്കാൻ വേണ്ടി ഒരു ഷോർട്സോ അല്ലെങ്കിൽ ഒരു റീൽസോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്തതായിരുന്നു. പക്ഷേ അത് ഒരുപാട് മാധ്യമങ്ങളും ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ന്യൂസ് 18 അങ്ങനത്തെ കുറേ മാധ്യമങ്ങളും അതുപോലെ ഓൺലൈൻ മീഡിയാസൊക്കെ ഏറ്റെടുത്തു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വളരെ നോർമലായിട്ട് ചെയ്ത ഒരു പ്രീ പ്ലാനും ഇല്ലാതെ നമുക്ക് അങ്ങനെയൊന്നും ഒരു പ്ലാനും ഇല്ലാതെ എടുത്തൊരു വീഡിയോ ആയിരുന്നു. കാരണം ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്നു. അവിടുന്ന് വന്നിട്ട് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം ഇടാന്നുള്ളത് ഓപ്ഷനായിരുന്നു. കാരണം ഇവിടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പെയിൻറ്റ് പണിയാണ്, എനിക്ക് തീരെ പറ്റില്ല, പൊടിയും മറ്റു കാര്യങ്ങളൊന്നും. അങ്ങനെ കുറച്ച് എന്തായാലും വീഡിയോ എടുക്കാൻ ഇറങ്ങിയതല്ലേ എന്ന് കരുതിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുകയും ചെയ്തു. പക്ഷേ ഇതായിരുന്നു ഞാൻ സേവ് ദ ഡേറ്റിന് വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്ന കോസ്റ്റ്യൂം. ഒരു ബ്ലാക്ക് സാരി. ഇത് പോത്തീസിന് എടുത്തതാണ്. ഐ തിങ്ക് ഒരു 800 അങ്ങനെ എന്തോ അത്ര രൂപയുള്ളൂ ഈ സാരി. ഒരു മൊഡാൽ സിൽക്ക് എന്ന് പറയാൻ പറ്റില്ല, ജോർജറ്റ് സിൽക്ക് ആയിട്ടുള്ള ഒരു സാരിയാണ്. ജോർജറ്റ് ബേസാണ്, സിൽക്കല്ല. ജോർജറ്റ് ബേസിൽ വരുന്ന ഒരു അജ്രാക്ക് പ്രിൻറ്റ് സാരിയാണ്. പിന്നെ വിശാഖിനോട് ഞാൻ തലേന്ന് വിളിച്ചിട്ടാണ് പറയണത് ബ്ലാക്ക് ഷർട്ട് ഇടണം. അപ്പോൾ ഇവിടെ നിന്നൊക്കെ തപ്പി പിടിച്ച് ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് വന്നു. ഞാനും അജും. ദീപുവാണ് നമ്മുടെ ക്യാമറാമാൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അജു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഞാനും അജും 7 മണിക്ക് തന്നെ എത്തി. കാരണം നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ തൊട്ടടുത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വളരെ നമുക്ക് ചില സ്ഥലങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാന്ന് പറയില്ല. അതുപോലെ ഞങ്ങൾ കണ്ടിരുന്നതും അതുപോലെ തന്നെ ഞങ്ങൾ മീറ്റ് ചെയ്യാനല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകുമ്പോൾ കാണുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പുത്തൻതെരു. അതായത് തിരൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുമ്പോൾ ദേവദാരു സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പുത്തൻതെരു. അപ്പോൾ അവിടുന്ന് ആണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തത്. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ കുറേ സ്പോർട്സിലല്ലേ, അതായത് ഇതിൽ ഡെസ്റ്റിനേഷനിൽ പോയിട്ടല്ലേ ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിനോട് ഏറ്റവും കൂടുതൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ മതി എന്നുള്ളൊരു പ്ലാനായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും. പിന്നെ അതുപോലെ പാർട്ടി ഓഫീസിനും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഞങ്ങൾ വിശാഖ് വരാൻ ലേറ്റായി ഞാൻ പറഞ്ഞല്ലോ. രാവിലെ 7 മണിക്ക് ഞാനും അജു എത്തി. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിശാഖ എത്തുന്നത്. കാരണം എന്തോ ലേറ്റ് വണ്ടി സ്റ്റാർട്ടാവാൻ വൈകുകയോ അങ്ങനെ എന്തോ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ ടീ ഷോപ്പിൽ. നമ്മളെ കറിയുന്ന കാക്കാൻ്റെ കട കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വിശാഖ വന്നത്. അപ്പോൾ ഞാൻ ദീപിനോട് ചോദിച്ചു, നമുക്ക് ഇവിടെ വെച്ച് 2 ഫോട്ടോസ് എടുത്താലോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ദീപ് പറഞ്ഞു ഓക്കെ, സ്റ്റൂളിട്ട് ഇരിക്കുക, നമുക്ക് ഇവിടുന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിശാഖ് വന്നിട്ടാണ് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്യണത്. മുണ്ട് ഷർട്ടും അല്ല പാൻറ്റ് ഷർട്ട് ഇട്ടാൽ വന്നിട്ടായിരുന്നു. പാൻറ്റ് ഷർട്ടല്ല, മറ്റേ കാർഗോസും ഷർട്ട് ഇട്ടാൽ വന്നത്. അപ്പോൾ പെട്ടെന്ന് മുണ്ടും ഷർട്ടൊക്കെ മാറ്റിയിട്ട് വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസ് ഞാൻ ഓൾറെഡി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദീപ് മറന്നുപോയി. ഇവിടുന്ന് വീഡിയോസ് എടുക്കാൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ 2 സ്പോട്ടിൽ, ഇവിടെ അടുത്ത് തന്നെ ആയിട്ടുള്ള 2 സ്പോട്ടിൽ പോയിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്തു. പക്ഷേ അവിടെയൊക്കെ വീഡിയോ എടുത്തു. അവസാനം ഇവിടെ മറന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വീണ്ടും ഇവിടെ തന്നെ വന്ന് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ദേശാഭിമാനി പത്രം കൈ പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ വേണമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും നല്ല നിർബന്ധമായിരുന്നു. നിർബന്ധം നല്ല ഒരാഗ്രഹമായിരുന്നു. അങ്ങനെ അതും അവസാനം സാധിച്ചു. നേരെ ഓപ്പോസിറ്റ് ഗ്രന്ഥാലയമുണ്ട്, ലൈബ്രറി ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ദേശാഭിമാനി പത്രം എടുത്തിട്ട് വന്നു. എന്നിട്ട് വീണ്ടും പോസ് ചെയ്യൽ തുടങ്ങി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയ ചടങ്ങാട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പോസ് ചെയ്യാമെന്നല്ല, നമ്മൾ കോസ്റ്റ്യൂമിൻ്റെയൊക്കെ ഡ്രസ്സ് എടുക്കും, അല്ല കോസ്റ്റ്യൂമിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ, ഡ്രസ്സ് എടുക്കുമ്പോഴല്ല ഫോട്ടോ എടുക്കുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാനും പോസ് ചെയ്യാനും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതെന്തോ ശീലമില്ലാത്തത് കൊണ്ടായിരിക്കും ഞങ്ങളുടെ 2 പേരെയും നല്ലൊരു എന്താ പറയുക സെൽഫി പോലില്ല. ആരെങ്കിലും എപ്പോഴെങ്കിലും എടുത്തിരുന്നൊരു ഫോട്ടോ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. അല്ല ഞങ്ങളങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആളുകളല്ല, ഫോട്ടോ എടുക്കാറുമില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എന്താ പറയുക ഭയങ്കര ചടപ്പ് കുടുങ്ങിയ പരിപാടിയായിരുന്നു. പിന്നെ ദേശാഭിമാനി പത്രത്തിലന്ന് ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ദീപ് ഇങ്ങനെ ചിരിക്കി എന്ന് പറയും. അപ്പോൾ ചിരിക്കാൻ നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് വേണ്ടേ? കണ്ടൻറ്റില്ല, എന്തെങ്കിലും തോന്നിയാലേ നമുക്ക് ചിരിക്കാൻ പറ്റും. രാവിലെ ഉറക്കത്തിന് എണീറ്റ് വന്നത് ചിരിക്കുന്നു പറഞ്ഞാൽ എന്ത് പറയാനാണ്. അങ്ങനെ അന്ന് പത്രത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അമ്മൂമ്മയെ 100 രൂപ കൊടുക്കാത്തതിൽ തലക്കടിച്ചു കൊന്നു പേരക്കുട്ടി. അങ്ങനെ ഞാൻ ഈവൻ ഇത് പറയുമ്പോഴേ ഓക്കെ നമുക്ക് ഏതെങ്കിലും വായിക്കാൻ നേരത്തെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പത്രം ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ഈ ഒരു വാർത്തയിലോട്ടോട്ടെ ഞാൻ കുറേ ചിരിച്ചു. പക്ഷേ ചിരിക്കേണ്ട സാധനമല്ല, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. 100 രൂപ കിട്ടാത്തത് നമുക്കൊരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് വലിയ, അതും ചെറിയ കുട്ടി, വലിയ ആളുമല്ല, ചെറിയ കുട്ടി 100 രൂപ കൊടുക്കാത്തതിൽ ആരെങ്കിലും കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇത് ഈ ഷോട്ടിന് തൊട്ട് മുന്നേ കണ്ടത് പാർട്ടി ഓഫീസിൽ നിന്ന് എടുത്ത ഒരു ഇതായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പാർട്ടി ഓഫീസിൽ നിന്ന് എടുക്കണം എന്നുള്ളത്. അങ്ങനെ പാർട്ടി ഓഫീസിൻ്റെ മേലെ കയറി ദീപു, അതിന് നേരെ ഓപ്പോസിറ്റ് പാലാണ്, ദേവദാർ പാലാണ്. അപ്പോൾ പാലത്തിൻ്റെ അവിടെ കയറി ദീപു ഷോട്ട് എടുത്ത് തന്നു. അത് കഴിഞ്ഞിട്ട്, അതായത് പാർട്ടി ഓഫീസ് കഴിഞ്ഞ് പാലൊക്കെ ഇറങ്ങി ഞങ്ങളുടെ മിനിസ്റ്ററുടെ ഓഫീസാണ്, അതായത് കായിക വകുപ്പ് മന്ത്രി ഇല്ലേ വി അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. ഇത് ഓഫീസാണെന്നൊന്നും കണ്ടാൽ പറയില്ല, ഒരു കോവിലകം ലുക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പല ആവശ്യങ്ങൾക്കും വരുന്നൊരു സ്ഥലമാണ്, നമുക്ക് എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഓഫീസ് തുറന്നിട്ടില്ല. ഞങ്ങൾ 7 മണി ഇവിടെ എത്തുന്നൊരു 8 മണിക്കാണ്, 8 മണി 8:30 ആ സമയത്ത് ഓഫീസ് തുറന്നിട്ടില്ല. അപ്പോൾ ദീപു ഞങ്ങൾ തലങ്ങും വിലങ്ങും നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ എടുത്തിട്ടും അവൻ ഓക്കെ ആവില്ല. അവൻ പറയും ഇതൊരു ജീവനില്ലാത്ത ഫോട്ടോ ആണ്, ജീവനില്ലാത്ത ഫോട്ടോ. കാരണം ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് തീരെ അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. ഇതൊരു ശീലമില്ലാത്ത കാര്യമാണല്ലോ. അങ്ങനെ ഇവിടെ സൈഡിൽ താത്തമാരൊക്കെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. കാരണം MLA ഓഫീസല്ലേ, അപ്പോൾ മിനിസ്റ്റർ ഓഫീസും കൂടിയല്ലേ. അപ്പോൾ ആളുകൾ കാണാൻ വേണ്ടി വരുന്നുണ്ട്. രാവിലെ ആയി തുടങ്ങി, 9:30 ഒക്കെ ആയി തുടങ്ങി ഞങ്ങൾ ലാസ്റ്റ് ഷോർട്സൊക്കെ എടുക്കുമ്പോൾ. അങ്ങനെ ഷോട്ട് എടുക്കുന്നത് ദീപുവിന് തീരെ സാറ്റിസ്ഫൈഡ് ആണല്ലോ. ഒന്നുകൂടി വായെന്ന് പറഞ്ഞാൽ റീടേക്ക് എടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോഴാണ് ഞാൻ ഈ അഭിനയിക്കുന്നവരെ നമിച്ചു പോകുന്നത്. കാരണം ഇതിങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കണ്ടേ, നമ്മുടെ മുഖത്ത് ചടപ്പ് വരാൻ പാടില്ല, അല്ലെങ്കിൽ മടുത്തു എന്നുള്ള ഫീലിംഗ് ഒന്നും വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ റീടേക്കും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും മാത്രമേ എടുത്തുള്ളൂ. കാരണം കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് എന്താ, ഞങ്ങൾ തന്നെയല്ലേ ഇതിങ്ങനെ വേറെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ദീപുവിനോട് എപ്പോഴും പറയും കുറച്ച് ഫോട്ടോസ് എടുത്താൽ ഒരു 4 ഫോട്ടോസും ഒരൊറ്റ വീഡിയോ, ഇങ്ങനെ ഞാൻ ദീപുവിനെ വിളിക്കാം. അപ്പോൾ ദീപു പറയും അതൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എൻ്റെ സൗകര്യം പോലെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഫസ്റ്റ് എടുത്ത് ഇവിടെ വന്നിട്ട് വീണ്ടും വീഡിയോ എടുത്തിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പോട്ടാണോ അതുപോലെ MLA ഓഫീസിലെ സ്പോട്ടോ അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലെ സ്പോട്ടോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറയണേ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈ കുറേ ഡെസ്റ്റിനേഷൻ ഫോട്ടോസ് എടുക്കാതെ നമ്മളോട് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയി നിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ ഫോട്ടോസ് എടുക്കാം എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കല്യാണമാണ് September 1 ഞാൻ നിങ്ങളെല്ലാവരോടും കൂടി പറയുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.